ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മുടെ റിവിഷനിൽ നമ്മൾ മിസ്സായി പോയ ഒരു ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്റർ 8, ഹ്യൂമൻ മെമ്മറി, മനുഷ്യൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട്. നമ്മളുടെ ഗൈഡിൽ 50-ാമത്തെ പേജിൽ ചാപ്റ്റർ 7 റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, ഓർമ്മയും മറവിയും എന്ന രീതിയിൽ 3-4 പേജുകളിലായിട്ട് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മോറിയ എന്ന വാക്കിൽ നിന്ന്, ലാറ്റിൻ പേരിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മൈൻഡ്ഫുൾ, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, ഓർത്തു വെക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മെമ്മോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ മെമ്മോറിയൽ എന്നും ഉപയോഗിക്കാറുണ്ടല്ലോ. ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇന്നാൾ മെമ്മോറിയൽ ട്രോഫി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മെമ്മോറിയൽ എന്ന പദമൊക്കെ മെമ്മറി എന്നുള്ളതാവുന്നു. മെമ്മറിയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് എൻകോഡിങ്, നമ്മൾ കാണുന്ന കാഴ്ചകളെ, കേൾക്കുന്ന ശബ്ദത്തെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അകത്തോട്ട് വരുന്ന ഈ ഫീലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കൺവേർട്ടിങ് ദ സെൻസറി ഇൻഫർമേഷൻ into something that can be registered in the memory system. നമ്മളെ സെൻസറി ഇൻഫർമേഷനിലൂടെ വരുന്ന കാര്യം നമ്മളുടെ മെമ്മറി സിസ്റ്റത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, സേവ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളതിനെ മാറ്റുന്നു. അവിടെ ആദ്യം റിസീവ് ചെയ്യുന്നു, നമ്മളതിനെ സ്വീകരിക്കുന്നു, എന്നിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റോറേജ്. ഈ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. മൂന്നാമത്തതും അതിപ്രധാനവുമായ കാര്യമാണ് റിട്രീവൽ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, ആവശ്യമുള്ള സമയത്ത് ഓർത്തെടുക്കാൻ പറ്റണ്ടേ, രണ്ടാമത് തിരിച്ചു വരണ്ടേ. അതിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻകോഡിംഗ് എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോ, ചെവി കൊണ്ട് കേൾക്കുന്നതോ, മൂക്കുകൊണ്ട് മണക്കുന്നതോ, നാക്കുകൊണ്ട് രുചിക്കുന്നതോ, ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു സെൻസറി ഇൻഫർമേഷനെ നമ്മൾ ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഭാഷയിലേക്ക് മാറ്റുന്ന ഒരു സാധനം. അത് കഴിഞ്ഞാൽ സ്റ്റോറേജ്, അത് ശേഖരിച്ച് വെക്കുന്നു. 3 റിട്രീവൽ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓർത്തെടുത്ത് വെക്കുന്നു. മോഡൽസ് ഓഫ് മെമ്മറിയിൽ ഒരു പ്രധാനപ്പെട്ട മോഡലാണ് ആറ്റ്കിൻസൺ ആൻഡ് ഷ്രിഫിൻ മോഡൽ. 3 തരത്തിലുള്ള മെമ്മറികളെ കുറിച്ചാണ് നമ്മളിതിൽ സംസാരിക്കുന്നത്. ഒന്ന് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമ്മുടെ കണ്ണിലെ കൂടി നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്നു, അത് സെൻസറി മെമ്മറിയാണ്. കുറച്ച് നേരം നമുക്കതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഉദാഹരണം പറയാം, നമ്മളൊരു ബസ്സിൻ്റെ സൈഡിൽ കൂടി ഇരുന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ സൈഡിലുള്ള കടകളുടെ എല്ലാത്തിൻ്റെയും ബോർഡുകൾ നമുക്ക് വായിക്കാൻ പറ്റും. ആ ബോർഡുകളൊക്കെ കുറഞ്ഞ നേരത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ബോർഡിൻ്റെ കളറ്, അവിടെ ഉണ്ടായ ചിത്രമൊക്കെ കുറഞ്ഞ നേരത്തേക്ക്, വളരെ കുറഞ്ഞ സെക്കൻഡുകൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ആ ബോർഡ് അത് പാസ്സാവുന്നതോടുകൂടി നമുക്കത് ഓർത്തെടുത്ത് വെക്കാൻ പറ്റാതാവുകയും ചെയ്യും. അതിൽ നിന്ന് വളരെ കൃത്യമായ ചിലത് മാത്രം നമ്മൾ ഓർത്തു വെക്കുകയും ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ഈ സെൻസറി ഇൻപുട്ട് അല്ലെങ്കിൽ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഓർമ്മകളിലേക്ക് വരുന്ന വളരെ കുറഞ്ഞ സെക്കൻഡ്സിലേക്ക് മാത്രമുള്ളതാണ്. അതിനുശേഷം നമുക്കതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഷോർട്ട് ടേം മെമ്മറിയിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചധികം നേരത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 30 സെക്കൻഡ് നേരം ഒക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ആ ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മളുടെ പ്രോസസ്സിങ് നടക്കുന്നത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഓർമ്മിച്ച് വെക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ നമ്മളെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, അതിനെ നമ്മൾ മാറ്റുന്ന സ്ഥലമാണ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിലേക്കുള്ളത് കാലാകാലം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു, നമ്മുടെ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഓർമ്മകളുടെ ടൈപ്പ് ഒന്ന് ഇംപ്ലിസിറ്റ് മെമ്മറി. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളത് ഓർക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ബീഡി തെറുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബീഡി തെറുക്കുന്നതിനിടയിൽ വേറെ എന്താലോചിച്ചാലും ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം സാമ്പാറിന് എരിഞ്ഞ് ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്തു പോകുന്ന ഒന്നാണ്. ഇതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുക. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മോട്ടോർ സ്കിൽസ്, ശരീരത്തിൻ്റെ ബാലൻസിങ് ആവശ്യമുള്ള നീന്തൽ പോലെയുള്ള, സൈക്കിൾ ചവിട്ടൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൽ മെമ്മറിയാണ്. ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ വേറൊരു ടൈപ്പ്. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്യണം.
അതിങ്ങനെ തനിയെ കടന്നു വരില്ല. നമ്മൾ ആലോചിച്ച് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. എപ്പിസോഡിക് മെമ്മറി നമ്മൾ ഒരു സാഹചര്യവുമായി ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ ഞാൻ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് ഓർത്തു വെക്കുന്നുണ്ടാവും. ഞാൻ അയാളുമായി ബന്ധപ്പെട്ട ഓർമ്മയിലാണ് അത് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, ആ ഇന്ന ആൾ വല്യമ്മ മരണപ്പെട്ടപ്പോൾ ഞാൻ ഇന്ന ആളുടെ വീട്ടിലായിരുന്നു, ഞാൻ ഇന്നത് ചെയ്യായിരുന്നു. 10 വർഷം മുമ്പായിരിക്കും അത്, എന്നാലും നമുക്കിപ്പോഴും ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ള ഓർമ്മകളെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുക. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നുള്ളത് സിമാൻറ്റിക് മെമ്മറി. ഓർഗനൈസ്ഡ് ആണ്, വളരെ കൃത്യമായി ശാസ്ത്രീയമായി വാക്കുകളിലൂടെ ഓർമ്മിപ്പിച്ച് നിൽക്കുന്നതിനാണ് സിമാൻറ്റിക് മെമ്മറി എന്ന് പറയുക. ഫോഗറ്റിംഗ് ഓർമ്മയുടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. മറന്നു പോകുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് മറക്കുന്നത്? നമ്മളെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇങ്ങനെ മറന്നു പോകുന്നതിൻ്റെ ഒരു കേവിനെയാണ്, എബിൻഗോസ് ഫോഗറ്റിംഗ് കേവ് ആണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ട് താഴോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് മറക്കുന്നത്? ഒന്ന് ട്രേസ് ഡീകെ. ഇത് ഇതൊന്നും ശാസ്ത്രീയമായി സാധ്യമായ തെളിവുകളല്ല, പകരം ഈ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ട്രേസ് ഡീകെ, നമ്മുടെ തലച്ചോറിൽ അടയാളങ്ങൾ സൃഷ്ടിക്കുന്നു. ആ അടയാളങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പതിയെ മായ്ഞ്ഞ് മായ്ഞ്ഞ് പോകും. അപ്പം തേഞ്ഞ് 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 പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു 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 ഉദാഹരണത്തിന് ഒരു കോമ്പസ് കൊണ്ട് ഒരു മരത്തിൽ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. ആ മരത്തിൽ വരച്ചത് ആ വരച്ച സമയത്ത് വളരെ തെളിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ മങ്ങി മങ്ങി മങ്ങിപ്പോകും. നേരെ മറിച്ച് നമ്മളത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിലോ, അവിടെ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമുക്കത് തെളിഞ്ഞ് തന്നെ നിലനിൽക്കും. അപ്പോൾ നമ്മളൊരു ഓർമ്മയിൽ നമ്മുടെ തലച്ചോറിൽ ഒരു വരയുണ്ടാകുന്നു. ആ വര ഉപയോഗിക്കുന്നതിനനുസരിച്ച് തെളിഞ്ഞു നിൽക്കുന്നു, അതില്ലെങ്കിൽ അത് മാഞ്ഞു പോകുന്നു. പിന്നെ ഒന്നുള്ളത് ഇൻ്റർഫറൻസ് തിയറിയാണ്. അത് സമാനമായ മെമ്മറികൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾക്ക് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രോആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് പഴയ ഇൻഫർമേഷൻ പുതിയ ഇൻഫർമേഷൻ ഓർത്തു വെക്കുന്നതിനെ ബാധിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം പാസ്വേഡാണ്. നമ്മൾ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് ഓർമ്മയില്ല, പഴയ പാസ്വേഡ് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ പേരാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ്. അതേപോലെ തന്നെ തിരിച്ച് ഓൾഡ് ഇൻഫർമേഷൻ ഓർത്തു വെക്കാൻ പറ്റുന്നില്ല, പുതിയ ഇൻഫർമേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. അതാണ് റിട്രോആക്റ്റീവ് ഇൻ്റർഫറൻസ്. ഉദാഹരണം, നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ പേരുകൾ, ഒരു ക്ലാസ് നടക്കുന്നു, അതിലുള്ള ക്ലാസ്മേറ്റ്സ്, അതിലെ പേരുകൾ, നമ്മുടെ പുതിയ ക്ലാസ്സിലുള്ള പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. പഴയ ക്ലാസ് ഒരു വർഷം നമ്മൾ ഇരുന്നതാണ്, ആളുകളൊക്കെ നമുക്കറിയാം, പക്ഷേ പേര് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. അതിനാണ് റിട്രോആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മറവിയാണ്. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഓർമ്മശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുക? ഇതും കൂടിയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഒന്ന് കീവേഡ് മെത്തേഡ്. നമുക്കറിയാം, ചില വാക്കുകളുടെ തുടക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വാക്കിൻ്റെ തുടക്കങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ രൂപപ്പെടുത്തുന്നു. പിന്നെ ആദ്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വിബ്ജിയോർ, നമ്മളെ മഴവില്ലിൻ്റെ നിറങ്ങളാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, അതാണ് വിബ്ജിയോർ. പിന്നെ മെത്തേഡ് ഓഫ് ലോക്കി, ഓരോ വിഷയങ്ങൾ അതിനൊരു ഫിസിക്കൽ സ്പേസ് കൊടുത്തിട്ട് സ്ട്രക്ചർ കൊടുത്തിട്ട് തക്കാളി, കുറേ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. അത് നമ്മളതിനെ കണക്ട് ചെയ്തിട്ടൊക്കെ ഓർമ്മിച്ച് വെക്കുന്നതിനാണ് ലോക്കി എന്ന് പറയുന്നത്. നിമോണിക്സ് ഉപയോഗിക്കുക, ഒരു വസ്തുവിനോട് ഒരു നമുക്ക് പരിചയമുള്ള ഒന്നിനോട് കണക്ട് ചെയ്തിട്ട് ബഞ്ച് ചെയ്യുക, ചങ്ക് ചെയ്യുക എന്നൊക്കെ പറയും. ഇപ്പം നമ്പർ വലിയൊരു നമ്പറുകളാണെങ്കിൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നാലക്കങ്ങളായിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇൻ്റർഫറൻസ് കുറക്കുക. നമ്മൾ ഇൻ്റർഫറൻസ് ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് മറവി ഉണ്ടാകുന്നത്. അത് കുറച്ചിട്ട് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളതാണ് റിട്രീവൽ ക്യൂസ്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ, ചില സൂചനകൾ കൂടി നമ്മളതിൻ്റെ കൂടെ പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു മെത്തേഡാണ് PQRST: പ്രിവ്യൂ, ക്വസ്റ്റ്യൻ, റീഡ്, സെൽഫ് റെസിറ്റേഷൻ ആൻഡ് ടെസ്റ്റ്. നമ്മൾ പരീക്ഷയിൽ നമ്മൾക്ക് ഓർത്ത് നിൽക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല രീതി അതാണ്. പ്രിവ്യൂ, അതിനൊന്ന് മുമ്പിൽ നോക്കുക. ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ചോദിക്കുക. റീഡ്, വായിക്കുക. സെൽഫ് റെസിറ്റേഷൻ, സ്വയം ആവർത്തിക്കുക. ടെസ്റ്റ്, അത് പഠിച്ചോ എന്ന് പരിശോധിക്കുക. ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓർമ്മശക്തി നമ്മുടെ പാഠങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു എവ്രി വൺ ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.